പക്ഷെ അതൊരു ഭയങ്കര കൗതുക കാഴ്ചയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു ഐഡന്റിറ്റി എവിടെ പോയാലും ഉണ്ടാവും അല്ലെ. അമ്മ ഇപ്പൊ ന്യൂഡൽഹി പോയാലും ശരി, US പോയാലും ശരി, എവിടെ പോയാലും ഈ ഒരു പോകുമ്പോ പിള്ളേര് പറയും അമ്മ ചുരിദാർ ഇട്, എനിക്കത് തുണി കൊടുക്കാത്തതിന് തുല്യമാണ് ആ ഡ്രസ്സ് ഉപയോഗിക്കുക. അതെ, ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ്. ഈ താറൊക്കെ ഓടിക്കുമ്പോൾ അമ്മ ഇതേ ഡ്രസ്സിൽ തന്നെയാണ് മിക്കവാറും അമ്മ ഓടിക്കാറ്. അപ്പോൾ ഞാൻ ആലോചിക്കുക അതൊരു ഭയങ്കര കൗതുകമാണ് നമുക്ക് കാണുമ്പോൾ. ചിലപ്പോൾ അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരാളാണെന്ന് ചിലപ്പോൾ തോന്നില്ല, ഒരു മലയാളിയാണെന്ന് ചിലപ്പോൾ തോന്നില്ല. ഇത് കറക്റ്റ് നമുക്കറിയാം നമ്മുടെ മലയാളിയാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഐഡന്റിറ്റിയും കൂടെയാണ് അമ്മയുടെ ഈ ഒരു പ്രശസ്തിയിലൂടെ വളരുന്നത്. എന്റെ മനസ്സ് വേറെ എന്ത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് ഒരു കംഫർട്ട് തോന്നില്ല. സാരി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊടുത്താലും മാത്രമേ എനിക്കൊരു കംഫർട്ട് തോന്നുള്ളൂ. അമ്മ ഇപ്പൊ A to Z ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തില് വിവിധ ഇടങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു. എത്രത്തോളം വിവിധ ആലപ്പുഴ, ചേർത്തല, അരമല്ലൂർ ഇങ്ങനെയുള്ള ബ്രാഞ്ചസ്, കോട്ടയം, വൈക്കം. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായ മോളാണ് ഞങ്ങളുടെ മോള്. അത് ശരി. അന്നൊന്നും വനിതകള് ഓട്ടോമൊബൈലിൽ പഠിക്കില്ലല്ലോ. അപ്പൊ അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ്, അല്ലാതെ കുട്ടികളുടെ ആഗ്രഹപ്രകാരമല്ല. മൂത്ത മോനാണെങ്കിൽ ഭയങ്കര വണ്ടി ക്രൈസ് ആയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇതിലോട്ട് ഓട്ടോമാറ്റിക് ആയതാണ്. അപ്പൊ ആ മോളും കോട്ടയത്ത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തണം. A to Z തന്നെയാണ് അവള് വൈക്കം. ആ ഡ്രൈവിംഗ് സ്കൂൾ അവള് തന്നെ. നമുക്കപ്പോ എത്ര ബ്രാഞ്ചുകളുണ്ട്? 23 ബ്രാഞ്ച്. 23 ബ്രാഞ്ച് ഉണ്ട് അല്ലേ. അപ്പൊ അതിലൊക്കെ അമ്മയുടെ ഒരു നോട്ടം ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇനിയിപ്പോ നമുക്ക് ഏത് രീതിയിലാണ് ഇതിനെ വികസിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് സാധ്യത ഇല്ലാത്ത ഒരു കാര്യം സ്പേസ് ആണ്. അത് ഹസ്ബൻഡിന്റെ ഒരു തോട്ടിലുണ്ടായിരുന്നു, വലിയൊരു എഞ്ചിനീയറിംഗ് സ്കൂള് ഒരു സ്ഥലത്ത് തന്നെ ഹോസ്റ്റൽ സൗകര്യം അങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് പല സ്ഥലത്തും ബ്രാഞ്ചസ്, ഇപ്പൊ ഒരു 4 ഏക്കറുകളും കളമശ്ശേരിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ട്രാക്കൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ഹോസ്റ്റൽ സൗകര്യം കൂടി കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്കില്ല. നമുക്കൊരു 10-50 ഏക്കറൊക്കെ ഒന്നിച്ച് കിട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് നടത്താൻ പറ്റുള്ളൂ. അതിന് കൊച്ചുമക്കളുടെ കാലത്ത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള സൗകര്യത്തിലൊക്കെ നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഇതൊരു ഫാമിലി ബിസിനസ് ആണല്ലേ? അതെ, ഫാമിലി ബിസിനസ്. അപ്പൊ പുറത്തുനിന്നും ആരും എന്തായാലും ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഇല്ല. എല്ലാരും പറയണുണ്ട് ദുബായിൽ ഫ്രാഞ്ചൈസി കൊടുക്ക്, അവിടെ ഫ്രാഞ്ചൈസി കൊടുക്ക്. അപ്പൊ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ ഇതും ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കി നടത്തും പോലെ ആവില്ല എന്നുള്ളത്. നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, നമ്മളെ വണ്ടി നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ആവില്ല. തൃശ്ശൂരും ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് അങ്ങോട്ട് നോക്കാൻ പറ്റാതെ വന്ന് നിർത്തി. ഇനിയിപ്പോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചുമോനോട് പലരും അവിടെ വന്ന് വയനാട് വന്നവരൊന്നും തുടങ്ങി, അല്ലെങ്കിൽ അവിടെ വന്നവരൊന്നും തുടങ്ങി, ഇവിടെ നിന്ന് എല്ലാരും പറയുന്നുണ്ട്. എന്നാലും അതൊന്നും ഇപ്പൊ പെട്ടെന്നാവില്ല. എന്ന് വെച്ചാൽ സ്ഥലം കൂടും, വണ്ടിയല്ലേ, അത് ഓടിപ്പിക്കണമെങ്കിൽ സ്ഥലം കൂടുതലും അത്രയും വിശാലമായിട്ടുള്ള സ്ഥലം വേണം. ഇപ്പൊ അമ്മയ്ക്ക് ഇനിയിപ്പോ അടുത്ത് ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു 12ഓളം ലൈസൻസ് ഇനി അതിന് മുകളിലുണ്ടോ? ഇല്ല, ഇനി ഏത് വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ക്രെയിനിന്റെ തന്നെ പലതരം വണ്ടികളായിട്ടുണ്ട്. അതൊന്നും ഓടിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് ഇവിടെയൊക്കെ കാണുന്ന മെട്രോയൊക്കെ പണിയുന്നിടത്തൊക്കെ പലതരം എക്യുപ്മെന്റ്സ് കിടപ്പുണ്ട്. അതിനൊക്കെ ക്രെയിൻ എന്നും പറഞ്ഞ ഒരു ലൈസൻസേ ഉള്ളൂ. അപ്പൊ ഇനി ലൈസൻസിന്റെ വെറൈറ്റി വരാൻ ഇല്ല എന്നാ തന്നെ തോന്നുന്നു. ഇനിയിപ്പോ ട്രെയിനും പ്ലെയിനും ഒക്കെ മാത്രം കപ്പല് അതൊക്കെ ഉള്ളൂ ബാക്കി. ബോട്ട് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി, അത് ബോട്ട് ഓടിച്ചവരും. സാമ്പ്രാണിക്കൊടി എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് വേമ്പനാട്ട് കായലില് അമ്മ നിന്ന് ഓടിച്ചു. അത് ഞങ്ങൾ പോയ ആ വണ്ടി അല്ല ബോട്ട്, അതിന്റെ സ്രാങ്ക് പറഞ്ഞ് ഓടിക്കണമെങ്കിൽ ഇരുന്നോ ഓടിച്ചോന്ന് പറഞ്ഞ് അങ്ങേര് നമ്മളെ വലിയ ഈസി ആയിട്ട് തോന്നി. പക്ഷെ അതിന് കുറെ പഠിക്കാനുണ്ട് അത്രേ. എന്തോ ഈ വെള്ളത്തിന്റെ ലെവലും കര, ചില സ്ഥലത്ത് കരയുണ്ടാവും, അവിടെയൊക്കെ പോയി ബോട്ട് തറഞ്ഞു പോയാൽ പൊളിയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതൊരു ഇത്തിരി
എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റൂ. പിന്നെ നല്ല ആഴമുള്ളിടത്തു കൂടി നമ്മൾ ഓട്ടോടിച്ചാൽ ആരും എതിരെ വരാനൊന്നുമില്ല. അതുകൊണ്ട് കരയിൽ ഓടിക്കുന്ന നമുക്കാണ് അല്ലേ. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറെ സ്ത്രീകള് ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അവര് നിരത്തുകളിൽ അവർ ഓടിക്കാൻ പേടിയുണ്ട്. പേടിയുള്ളവർ പലരും ഉണ്ട്, ഇപ്പോഴും പേടി മാറാത്തവരും ഉണ്ട്. ഇപ്പൊ നമ്മളെ പേടിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകതരം കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ധൈര്യത്തിന് മാത്രമാണെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട്, സമയമില്ലാത്തവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവർക്ക് ആ കോഴ്സ് ചെയ്ത് കൊടുക്കും. അവരെ ABCD, അതായത് ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത് പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും എടുത്ത് പാർക്കിങ് എല്ലാം A to Z പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ലെന്ന് തോന്നണവർക്ക് 1 വീക്ക് ഒരു ക്ലാസ് കൊടുക്കും. ഇവർക്ക് ഇപ്പം മാനസികമായിട്ടുള്ളൊരു ഇതുണ്ടാവും, അതിന് അവരെ അത് കൗൺസിലിംഗ് പോലെ ചെയ്യണില്ലെങ്കിൽ ക്ലാസ് എടുക്കണവര് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കും. അമ്മ ഈ കോഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ വരുന്ന ഫാക്കൽറ്റീസ് ഇല്ലേ, പഠിപ്പിക്കാൻ വരുന്ന ആളുകള് അവര് ശരിക്കും ഏത് തരത്തിലുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളാണ്? ഇപ്പൊ ബിടെക് അങ്ങനെ ഓട്ടോമൊബൈൽ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള എഞ്ചിനീയേഴ്സ് പിള്ളേരാണ് നമ്മളുടെ കൂടുതലും സ്റ്റാഫായിട്ടുള്ളത്. ഡിപ്ലോമയൊക്കെ പഠിച്ചവരെയാണ് നമ്മൾ പഠിപ്പിക്കാനൊക്കെ എടുക്കുന്നത്. പിന്നെ അവർക്ക് നമ്മളുടേതായ ഇപ്പൊ എൻ്റെ മൂത്ത മോനെന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു ഒരു ബുക്കാണ്. അപ്പൊ അയാള് ചില ക്ലാസ്സുകൾ കൊടുക്കും. അപ്പൊ അങ്ങനെ അവരെ ആ തരത്തിൽ നമ്മുടെ തരത്തിലോട്ടാക്കിയെടുക്കും. ഇപ്പൊ പല സ്ഥലത്തും പഠിച്ചതും ഒക്കെ വേറെ തരത്തിലായിരിക്കുമല്ലോ. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ ആ സ്റ്റൈലിലോട്ട് അവരെ ആക്കും. അപ്പൊ അമ്മയ്ക്ക് ഇപ്പോ നമ്മുടെ MVD ഒക്കെ ഒരുപാട് അവാർഡ്സ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെങ്ങനെയാ അവരുമായിട്ടൊക്കെ ഉള്ള? അല്ല, അവർക്കും അറിയാലോ. ഞാൻ ഇപ്പൊ അവര് വരുന്ന സാറന്മാരെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളുടെ സ്ഥാപനത്തിൽ എത്രയോ ആൾക്കാർ ലൈസൻസ് എടുക്കുന്നുണ്ട്, എത്രയോ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, എത്ര സ്റ്റാഫുണ്ട്, ഇതിൻ്റെയൊക്കെ കണക്ക് അവർക്കും അറിയാം. അപ്പൊ അങ്ങനെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവർക്കും കൂടി തോന്നുമല്ല. ചെയ്തില്ലെങ്കിലും മോശമാണ്. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാര് നമ്മളെ അംഗീകരിക്കുമ്പോൾ നമ്മളുടെയും കാശ് കൊണ്ടാണ് അവരും ജീവിക്കുന്നത്. അപ്പൊ അവര് അതിനോട്ട് ആ സന്തോഷം. ഏത് കാലഘട്ടത്തിലായിരുന്നു അമ്മയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയത്? ഇപ്പൊ ഒരു അധികം ആയിട്ടില്ല, 2021 അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ്. പിന്നെ ഈ വനിതാ അവാർഡ്സ് ഇപ്പൊ എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ട്. കാശൊക്കെ കിട്ടാറുണ്ട്. അല്ല, അതൊരു നല്ലൊരു അംഗീകാരമല്ലേ, നമ്മൾ എടുത്തൊരു എഫേർട്ടിന് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ. കാര്യം ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ അമ്മയെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും അതാണ് പറയണത്. എന്നെ കാണുമ്പോ അമ്മക്ക് പിന്നെ ഓടിക്കാൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന ലേഡീസ് ഉണ്ട്, ഒരു ലീവിന് വരുമ്പോ ഒരു ദിവസം ക്ലാസ് ഒക്കെ എടുത്തിട്ട് പോകാന്നും പറഞ്ഞു തന്നെ. അമ്മയുടെ ഇത് കാണുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമാണ്. പഠിച്ചിട്ടുണ്ടാവും, ലൈസൻസും എടുത്തിട്ടുണ്ടാവും, പക്ഷെ വണ്ടി ഓടിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടായില്ല. നമുക്ക് കൂടുതലും വരുന്ന സ്ത്രീകളാണോ? അതെ, അങ്ങനെ അല്ലല്ല, ജോലി സാധ്യത ഇപ്പൊ എക്യുപ്മെന്റ്സ് ഇല്ലേ, എക്യുപ്മെന്റ്സിന് ഇപ്പൊ ഫോർക്ക് ലിഫ്റ്റ്, JCB എന്ന് പറഞ്ഞാൽ JCBയുടെ അംഗീകാരമുള്ള ഏക ഡ്രൈവിംഗ് സ്കൂളാണിത്. കമ്പനിയുടെ JCB എന്ന് പറയുന്നത് എക്സ്കവേറ്റർ എന്ന് പറയുന്ന വാഹനമാണ്. പക്ഷെ അത് JCB എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പേരാണ്. അവര് നമുക്ക് ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു കാർഡ് കൊടുക്കുക, അതിന്റെ കോഴ്സ് ചെയ്യണം. അത് അവർക്ക് 150 പരം കൺട്രീസിൽ ഇതിന്റെ ഏജൻസി ഉണ്ട്. ഏത് സ്ഥലത്ത് പോയാലും ആ കാർഡ് വിലപ്പെട്ടതാണ്.